വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. നോ സൗണ്ട് ഫുഡ് ചാലഞ്ച്. ഗയ്സ്, ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല 8നെ പണിയെടുക്കാനുള്ള ഒരു ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗയ്സ് എന്തായാലും സൗണ്ട് ഉണ്ടാവില്ല. അതെ. പക്ഷെ ഇന്നത്തെ ചാലഞ്ചിൽ നമ്മൾ സൗണ്ട് ഇല്ലാതെ നിശബ്ദമായിട്ടാണ് ഗയ്സ് ഫുഡ് കഴിക്കുക. അതായത് നോർമലി കഴിക്കുന്ന ഫുഡിന് വരെ സൗണ്ട് ഉണ്ടായിട്ടാണ് കഴിക്കുക. പക്ഷെ ഇന്നത്തെ നമ്മളെ ചാലഞ്ചിൽ നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറു ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അതാണ് നമ്മൾ ഇന്ന് നിശബ്ദമായി ആരും കേൾക്കാതെ കഴിക്കേണ്ടത്. അതെ, എന്ന് വെച്ചാൽ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കുറച്ച് ഫുഡുകൾ ഇവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷാമി സെലക്ട് ചെയ്ത ഫുഡുകൾ എനിക്കും അഞ്ചിക്കും അറിയണ്ടാവില്ല, അഞ്ച് സെലക്ട് ചെയ്ത ഫുഡുകൾ എനിക്കും ഷാമിക്കും അറിയണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഞങ്ങൾ ഓരോ ഫുഡുകൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഫുഡുകൾ നമ്മൾ തീരെ ശബ്ദം ഇല്ലാതെ നിശബ്ദമായിട്ട് കഴിക്കണം. അഥവാ നമ്മൾ കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ മുന്നിലുള്ള ഈ പണിഷ്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും. കുറെ ചെറുനാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വായിന്ന് വെള്ളം വരുന്നുണ്ട്. ഓരോരുത്തരും എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചോന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും നല്ല കിടില സാധനം എടുത്ത് ഞാൻ നല്ല 8ന്റെ പണി കൊടുക്കാനുള്ള സാധനങ്ങൾ ഞാൻ സെറ്റ് ആക്കി. സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കോൺഫിഡൻസ് ആണ് കേസ് എല്ലാവർക്കും. സൗണ്ട് ഇല്ലാതെ തിന്നുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് തിരിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എടുത്തു വെച്ചോന്ന് ഇവർക്ക് സൗണ്ട് ഇല്ലാതെ തിന്നാൻ അതുകൊണ്ടാണല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ടാവാ. അപ്പൊ ഫസ്റ്റ് എന്താ ഷാമിനെ തുടങ്ങിക്കോട്ടെ. ഭയങ്കര കോൺഫിഡൻസ്. ഷാമി എന്തായാലും ഉള്ള നടുവിലിരിക്കുന്നത് കാര്യം എന്താ അറിയോ, നടുവിൽ കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറയട്ടെ, നടുവിലിരിക്കുന്നവർ വേണം രണ്ട് സൈഡിലുള്ളവർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ നോക്കാന്. അപ്പൊ ഇയാളപ്പോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തുടങ്ങിക്കോ. എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, പക്ഷെ ലോകത്തിൽ ഇതുവരെ ആരും ഇത് ശബ്ദം ഉണ്ടാക്കാതെ കഴിച്ചിട്ടില്ല. ഇതല്ല എല്ലാവരുടെയും അഭിപ്രായം. ഓക്കെ, കണ്ടുനോക്കട്ടെ. അല്ലല്ല, ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഓക്കെ, റെഡി? കണ്ണുറക്കാനായോ? റെഡി? ഓക്കെ, കണ്ടോ? സൗണ്ട് ഉണ്ടാക്കി തിന്നാൻ വേണ്ടി വന്നൊരു സാധനമാണ്. ചായന്റെ കൂടെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിച്ചു തിന്നാൻ ഭയങ്കര രസമുള്ള സാധനമാണ്. തിരക്ക് ഞാന് സൗണ്ട് ഇല്ലാതെ കഴിക്കുവോ? എനിക്ക് പിന്നെ എന്തും ചെയ്യാലോ, എനിക്ക് സൗണ്ട് ഉണ്ടാക്കാലോ. ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാക്കി അപ്പൊ ചെറുനാരങ്ങ തിന്നണ്ടേ കേട്ടോ. കേട്ടോണല്ലോ റൂൾസ്. പിന്നെ വേറെ കാര്യം, ഇവര് മൈക്ക് വെക്കുന്നോണ്ട് നിങ്ങൾക്ക് ചിലപ്പോ സൗണ്ട് ഉള്ള പോലെ തോന്നാം. എനിക്കിവിടെ സൗണ്ട് കിട്ടിയാലേ പ്രശ്നമുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ കിട്ടിയാലേ പ്രശ്നമുള്ളൂ. 5 തിന്നു. ശരിക്കും നല്ല അച്ചപ്പത, നല്ല അച്ചപ്പയ എടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചോട്ടോ, പൊട്ടിക്കരുത്, പൊടിച്ചു തരരുത്. കഴിക്കട്ടെ. എങ്ങനെ കടിക്കാ? അയ്യോ, കടിക്കാൻ പറ്റില്ല. മെല്ലെ പൊട്ടിച്ചില്ലേ ഇതുവരെ? കൊറേ നേരമല്ലേ. ഞാനൊരു അച്ചപ്പെടുത്ത് കൈ തരും, പൊട്ടിക്കാൻ പറ്റണേ. തോന്നുന്നല്ലേ? ആ പൊട്ടിക്കോട്ട് പൊട്ടില്ല, ഞാൻ അലിച്ചു വയ്ക്കട്ടെ. ഇപ്പൊ മണിക്കൂറുകൾ എടുക്കൂട്ടോ. എനിക്ക് പേടിയാണ് സൗണ്ട് വരാന്ന്. സമയം തരുമ്പോ അല്ലാണ്ട് തിന്നാൻ പറ്റില്ല. അത് വരാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. സൈഡ് ഉണ്ട് ഇവിടെ. ഇത് ഫുള്ള് തീർക്കണോ? കുറച്ചെന്തെങ്കിലും തിന്നണോ? പൈസ തരക. സൗണ്ട് എന്തായാലും ഏതായാലും സൗണ്ട് വന്ന് അപ്പൊ അത് വായലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തിന്നാലോ. അത് ഇത് ഇറക്കിട്ട് തിന്നാ പോരെ? ചെറുനാരങ്ങ, നല്ല പഴുത്ത ചെറുനാരങ്ങ കേട്ടോ. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. തിന്നോ, കഴിച്ചോളൂ. ഏകദേശം ടാക്ടിക്സ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? ഓ, അതിന്റെ എല്ലാ ഭാഗത്തും കട്ടിണ്ട് അല്ലേ? ചെറുതായിട്ട്
എന്തായാലും സൗണ്ട് ഉണ്ടാവും. കഴിക്ക്. ഞാൻ ഇവിടെ അലിയിച്ച് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇനിയും ആകേണ്ടി വരും. രണ്ട് സെയിമല്ലേ? ഇത് കഴിച്ചോട്ടോ. ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് കഴിച്ചു. ഇത് കഴിച്ചു. ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചു. ഇത് കഴിച്ചു. അല്ല, ഓക്കെ ഇനിയും കൊടുക്കേണ്ടി വരും കൈപ്പക്ക. കാര്യം എന്താ വെച്ചാൽ അത് ഒരു കഷ്ണം പോലും കിട്ടിയില്ല. ചെറുനാരങ്ങ അച്ചപ്പം കൂടെ കഴിച്ചാൽ വേണമെങ്കിൽ കഴിച്ചാൽ അത് അലിച്ച് കഴിക്കാനുള്ള ചെറുനാരങ്ങ വെള്ളം അതിന്റെ ഉള്ളിലുണ്ടാവും. മതി. ഇനി അടുത്ത അച്ചപ്പം കഴിച്ചോ? നോക്ക്, ഞാൻ ആ കഷ്ണം കഴിച്ചു തീർത്തു കേട്ടോ. ഇത് കഴിക്കും, ചെറുനാരങ്ങ കഴിക്കും. ഇതെങ്ങനെങ്കിലും 5 പൊട്ടിച്ച പോലെ പൊട്ടിക്കാൻ നോക്കിയതാ, നടന്നില്ല. ഞാൻ ഈ ഒരു കഷ്ണം തിന്നു കഴിച്ചു. ഇനി അച്ചപ്പം ഇതിനപ്പുറത്തേക്ക് തിന്നാൻ പറ്റില്ല. ഒരു കഷ്ണം കൂടി തിന്നണം. ഒരു കഷ്ണം കൂടി തിന്നാ പറ്റൂ. നിങ്ങളത് വരുമ്പോ ഞാനും തിന്നൂലേ ഇങ്ങനെ? തിന്നണമെങ്കിൽ അന്നെ ശരിയാക്കി തരാം. ഒരു ചെറുനാരങ്ങ ഫില്ലാവണ്ടേ? ഇതൊക്കെ ഇവിടെ കൊറേ നേരമായി. അതൊന്നും അവിടെ നിന്ന് അലിയിക്കാരെങ്കിലും നോക്ക്. അത് തിന്നേ. എടി കൊടുക്ക്. ഇതിപ്പോ മാത്രം തകരുന്ന ഇപ്പൊ ഒരു ചെറിയ കഷ്ണം അച്ചപ്പ കഴിച്ചിട്ടുള്ളൂ. അപ്പത്തേക്ക് ഒരു 3-4 ചെറുനാരങ്ങ തിന്നു. 3 എണ്ണം. ഇതിന്റെ 3 സർക്കിള് ഞാൻ എടുത്ത് വായിലാക്കിയിട്ടുണ്ട്. ഞാൻ എന്താക്കാനാ? ഇനി ഞാൻ നാരങ്ങ കഴിക്കി. എന്നിട്ട് അതിന് ശേഷം അച്ചപ്പ എങ്ങനെ ചെയ്യും? ഇതിപ്പോ അച്ചപ്പോ എന്താണെങ്കിലും വായിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ വായിലെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഞ്ചി, ഞാൻ പറയുമ്പോഴേ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചോ, അത് തിന്നു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. ഞാനിപ്പോ അത് ചെയ്തിട്ടുണ്ട്. രണ്ടാളും അച്ചപ്പം കാണിച്ചു കൊടുക്ക്. ഒരേപോലെ പച്ചപ്പള്ള ഇനി തിന്നാണെന്ന് പറയരുത്. ഇല്ല, ഇത് തിന്നാ അടുത്ത ഞാട്ടോ സല്ലു എനിക്ക് കൊടുക്കണോ? ഞാന് അല്ല, എനിക്ക് കൊടുക്കണം പ്ലീസ്. സത്യസന്ധര, അപ്പൊ കുഴപ്പമില്ല. ഒരു വട്ടം അങ്ങനെ അതിന് ഇറക്കി കഴിഞ്ഞിട്ട് തൊണ്ട കൊടുക്കൂലേ? ഞാൻ എന്ത് ചെയ്തു അറിയോ? മൊത്തത്തിൽ കടിച്ചങ്ങൾ പൊട്ടിച്ചോ. എന്തായാലും വർത്താനത്തിനടക്ക് സൗണ്ട് സംശയമുണ്ട്. വിഴുങ്ങിട്ടാലോ? ഈ ഫോട്ടോക്കിനെ കടിച്ചു തിന്നണം. അല്ലയോ നാളെയോ അച്ചപ്പം നലിയൂലേക്ക് നോക്കട്ടെ, വായോക്കട്ടെ. ആ ശ്രീയെല്ലാം പൊടിച്ചിട്ടേ അതെ. ഇത് തൊണ്ട കുത്തൂലേ? ഇനി അതിലും കൂടുതൽ പൊടിക്കേണ്ടി വരും. പൊട്ടിക്കുന്നില്ലേ? അങ്ങനെ എടുക്കാൻ പോവാണ്. പല്ലുകൊണ്ട് പൊട്ടിക്കുമ്പോഴാണ് 5 സൗണ്ട് ഉണ്ടാവുന്നത്. നാവുകൊണ്ട് പൊട്ടിക്കുമ്പോ സൗണ്ട് ഇല്ല. നേരെ അതാ ശ്രമിക്കുന്നത്. നാവിന്റെ ഉള്ളിൽ കുരുങ്ങി പോയത്. ഞാൻ സൗണ്ട് കഴിയില്ല. ഇറക്കി പൊട്ടിച്ച് കഷ്ണാക്കിയത് സൗണ്ടില്ല, കഷ്ണാക്കി. ഗൈസ്, ഇവര് വായലുള്ള അച്ചപ്പ കഴിച്ചു തീർത്ത് ഈ സമയത്തിനുള്ളിൽ 3 ചെറുനാരങ്ങ. 2 ചെറുനാരങ്ങ. ഞാൻ 2 ഇത് രണ്ടാമത്തെ കഴിക്കട്ടെ. ഞാൻ കഴിച്ചു തീർക്കാണ്ട് ശ്രീക്ക്. മതി. കൊണ്ടുപോ. അയ്യോ, ഒന്നുകൂടെ. ഞങ്ങൾക്കും ചാൻസ് തരും ഗൈസ്. എടി, അത് സൗണ്ട് ഉണ്ടാക്കി കഴിക്ക. മറന്നില്ല. അടുത്ത കേസ് ഇനി ഇന്റെ ഓളാണ്. ഷാമി ഇങ്ങോട്ട് മാറിയിരുന്നോ? അപ്പൊ ഗൈസ്, ഞാനിതാ ഇന്റെ നല്ല അടിപൊളി സാധനം ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് 2 എണ്ണം വീതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ കഴിച്ചാ ഭാഗ്യം. എന്തായാലും അതിന്റെ ആ പൂരി മാത്രമേ ലിക്വിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിഞ്ഞൂല. കുറച്ച് ചെറുത് തരും. 2 ആക്കും വലുത് ആദ്യം തരാം. അത് കഴിഞ്ഞിട്ട് ചെറുത് തരാം. കഴിച്ചോ? എന്റെ അമ്മ ഇതെങ്ങനാ തിന്നാ? ഒന്നിച്ച് കഴിക്കാനേ പറ്റുള്ളൂ. പിന്നെ വാഴ കഴിഞ്ഞ് തിരിച്ചെടുക്കാനും പറ്റും. നമുക്ക് കൈമല വെച്ച് മുറിക്കാൻ പറ്റൂല. പിന്നെ അച്ചപ്പം പൊട്ടിച്ചൂടെ? അതായിരുന്നു വേണ്ട. ഞാൻ ഓർക്കുന്നു അങ്ങനെ പറഞ്ഞത്. എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ വന്നോളാം. കഴിച്ചാ മതി. അല്ല, ഞാൻ
ആത്മാർത്ഥത വേണ്ട അതിന്റെ ആവശ്യമില്ല. ഇനി എങ്ങനെ വായാട്ടെ അടച്ചു ആയിക്കോട്ടെ കഴിക്കത്. അത് അലിഞ്ഞിട്ട് നാളെ അലിയില്ല മറ്റന്നാളല്ല പല്ലുമ്മല് തട്ടിയ കഴിഞ്ഞു ഒച്ചാന്നറ ഭയങ്കര ഒച്ചയ്ക്കും. ഇത് പാമ്പേരെ വിഴിഞ്ഞ പോലെയുള്ളത് 3 ദിവസം കഴിഞ്ഞാലേ ദഹിക്കുള്ളൂ. വർത്താനം പറയാനും വയ്യ. ഇനി ഞാൻ കഴിക്കട്ടെ? രണ്ടാളും മുഴുവൻ ഇരിക്കട്ടെ. ഇതിന്റെ കൈമ തട്ടി സൗണ്ട് ഇടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിക്ക്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പുറത്തെ തിരിയുന്നത്. പക്ഷെ ഇത് വീണില്ല. ഇല്ലല്ലേ? ഞാൻ വേറൊരു സമ്പത്ത് ചെയ്യാൻ ചോദിച്ചു, പക്ഷെ നടന്നില്ല. ഇവിടെ എന്തോ കള്ളത്തനം നടക്കുന്നു. എന്റെ ഒരു ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം മിച്ചർ വായലേക്ക് വീഴ്ത്തിടുക, ഇറക്കി അലിയിച്ചുണ്ടാവും. ഞാൻ ആ ടാക്ടിക്സ് ഒന്ന് പ്രയോഗിച്ചോക്കട്ടെ. ഇതിപ്പോ പറഞ്ഞു കൊടുത്ത് എനിക്ക് ഒരാൾക്ക് ചെറുതാരം കൊടുക്കരുത്. കുറച്ച് ടൈം എടുക്കും ഷോമി, പക്ഷെ സോറി സക്സസ്. അലിഞ്ഞ് ഇപ്പൊ തീരും. ഇത് സക്സസ് ആയി തോന്നുന്നു ഗൈസ്. ഇവർക്ക് രണ്ടാളും അലിയിച്ച് കഴിച്ച് നമ്മളത് കഴിഞ്ഞ്. ഞാൻ ഈ പാനിപ്പൂരി കുറച്ച് ടഫ് ആയിരിക്കും നേരത്തെ സെലക്ട് ചെയ്തതാ. പക്ഷേ ഇത് ഫസ്റ്റ് ഇങ്ങോട്ട് വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, കുറച്ച് നേരം അവിടെ വെച്ചാല് ഫുള്ള് അലിഞ്ഞു കിട്ടും. അലിഞ്ഞിട്ട് ഇങ്ങനെയാവും, പിന്നെ അത് നല്ല നല്ല ഇതായിട്ട് ഇറക്കാൻ എളുപ്പാ. കണ്ടോ ഗൈസ്, ഈ റൗണ്ടിലേക്ക് പാളിപ്പോയി. ഇനി അടുത്ത റൗണ്ട് നോക്കാട്ടെ. അപ്പൊ അടുത്തത് ഗൈസിന്റെ ടേൺ ആണ്. ഞാനൊരു കിടിലൻ സാധനം, ഇവർക്ക് പറ്റും, ശ്രമിച്ചാ പറ്റും, അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. ഞാൻ എടുത്തോണ്ട് വരട്ടെ. കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഞാൻ എടുത്തോണ്ട് വരട്ടെ. അങ്ങനെ ഗൈസ് ഞാനത് ഇതും കൊണ്ടാണ് തിരിച്ചു വന്നത്. എന്തോ പാത്രത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ടെ. അപ്പൊ ഈ സാധനം ഇവർക്ക് പറ്റുന്നുള്ള എനിക്കറിയാം, പക്ഷെ ഇത് പറ്റണമെങ്കിൽ ഇവര് പാടുപെടും. അത് വെച്ചിട്ടാണ് ഞങ്ങളെ പാടുപെടുത്താൻ വന്നതല്ലേ. വിട്ടാലും പറ്റുന്നൊരു ടൈപ്പ് സാധനമാണ്. അതെ. ഓക്കെ, റെഡി 3 2 1 ഗോ. കണ്ടോ ഇത് മെൽറ്റ് ചെയ്ത് കഴിക്കാം. പുറത്ത് വെച്ച് മെൽറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. പുറത്തല്ല, അതിലേക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പല്ലുവേദന അറിഞ്ഞിട്ട് ഞാൻ കഴിക്കട്ടെ. എനിക്ക് തണുത്ത സാധനങ്ങൾ ഇത് മെൽറ്റ് ചെയ്ത് തിന്നുമ്പോഴത്തേക്കും വായ ഒരു പരിവാവും അല്ലേ? മരവിച്ചോ, അടുത്ത ഫുഡൊന്നും മനസ്സിലാവുന്നില്ല. കടിക്കാൻ ആലോചിക്കുക പോലും വേണ്ട. അങ്ങനെ ചിന്തിച്ചൂടാ. ഒരു ഗുണുണ്ട്, അഥവാ കടിച്ചു പോയാലേ നാരക ജ്യൂസ് പോലെ അങ്ങനെ ആക്കാൻ പറ്റും. നാരക കഴിഞ്ഞാൽ ലൈബാവല്ലോ അല്ലേ? മിണ്ടരുതല്ലേ? ഉണ്ടാവൂല. എന്നാലും കഴിഞ്ഞോ? ഇല്ലല്ലേ? ഞാനിവിടെ കാതോർത്തി പറ്റുന്നില്ലേ? ഇറങ്ങി പോകുന്നോ? ചെറിയ പീസ് അലിയുന്നുണ്ട് അല്ലേ? കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആ താപനിലയോട് യോജിച്ചു പോയി തോന്നുന്നു. നീ എത്ര ബാക്കിയുണ്ട്? അത് കഴിഞ്ഞ്. ഓ, അത് അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഏതാണ് സൗണ്ട്? ഇന്റത് കഴിഞ്ഞു ഗൈസ്. ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒച്ച തീരെ ആക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ അണ്ണാക്കിന്റെ ആ മേല് നാവ് കൂടി എന്തോ ഒരവസ്ഥയിലുള്ളത്. എനിക്കിനൊന്നും മനസ്സിലാവും തോന്നുന്നില്ല. ചെറുതാലും കൊടുക്ക്. എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. സൗണ്ട് ഉണ്ടാക്കി
എനിക്ക് പല്ലൊരു നാവൊക്കെ അതെനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ സംഭവിച്ചാല് ഇത് അലിഞ്ഞിട്ടൊക്കെ തിന്നാൻ പറ്റും, പക്ഷെ എനിക്ക് പല്ല് വേദനയോട് പറ്റുന്നില്ല അല്ലേ? പല്ല് നാവ് വേദന എനിക്ക് പറ്റുന്നില്ല. അതിന് നല്ല ചെറുനാരങ്ങ തോന്നിയതാ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം പോയി, ഐസ് കിളിയും പോയി. എടി അത് സൗണ്ട് ഉണ്ടാക്കാം, അതിന് സൗണ്ടിന് കുഴപ്പമില്ല. അടുത്ത് മരവിച്ചല്ല ചെറുതാരെങ്കിൽ കൂടി വരുമ്പോൾ ലൈം ജ്യൂസ് പോണ പോലെ ഉണ്ട്. നല്ല ഐസും കൂടി തരട്ടെ. നാരങ്ങ ചവിലൊക്കെ ചുവന്നു പോയി. അടുത്തത് പക്ഷെ ഇവർക്കാർക്കും എത്ര പോലത്തെ സാധനം മതി മതി, ഇനിയുണ്ട് റൗണ്ട്. ഞാൻ ആലോചിച്ചുണ്ടാക്കിയ പോലെ ഇവർക്കൊന്നും ആലോചിച്ചുണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്ക് നല്ല പറഞ്ഞതാ പാനിപൂരി, അന്ന് ഞാൻ വെറുതെ വിടൂലോ. നോക്കിക്കോ, കുരുവൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ പല്ല് പിടിക്കുന്നു. അങ്ങനെ ഇവള് ഒരാളിങ്ങനെ തോൽപ്പിച്ചിട്ടോ, ഒരാൾക്കെങ്കിലും പക്ഷെ ഞാൻ പറഞ്ഞു ഗൈസ്, ഇതിന്റെ എന്താ പറയാ, എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഞാനത് മെൽറ്റ് കഴിച്ചു. ഞാൻ മനഃപൂർവ്വം കടിച്ചതാണ്. ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് ഞാനാണ് തോറ്റത്. ആർക്കും പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റിയില്ല. ഇവർ രണ്ടുപേരും ഓരോരുത്തർക്കെങ്കിലും കൊടുത്ത്, ഷാമി രണ്ടാക്കും കൊടുത്ത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാട്ടോ. ഗൈസ്, ഇവർക്ക് ഈ റൗണ്ടിൽ കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇതാണ്. ഇതെന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ട്, അത് ഇവര് കണ്ണുറന്നിട്ട് പറയാട്ടോ. തുറക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല രസം. അടിപൊളിയല്ലേ? ഇതിന്റെ ബിങ്കോ ഞാൻ ആദ്യം ആലോചിച്ചാൽ ബിങ്കോ ചെയ്യും, പക്ഷെ ബിങ്കോ കുറച്ച് അലിയിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ ഡോറിറ്റോസ് കട്ടിയുള്ള സാധനം, അതങ്ങനെ അങ്ങോട്ട് അലിയിക്കാൻ പറ്റില്ല. ശരിയാ, അതുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. നല്ല നല്ല വലിയൊരു പീസ് കൊടുക്കാം. ചെറുത് മതി. കട്ട് കുറവുണ്ടോ? ചെറിയ കട്ടി കുറവുണ്ട്. പൊതുവേ ഉള്ളൊരു കട്ടി ഇല്ലേ? പൊതുവേ ഉള്ളൊരു കട്ടി നാച്ചോസിനായിരുന്നു ആ ഒരു കട്ടിന്ന്. അല്ല, ഡോറിറ്റോസിനാ. കഴിച്ചോളൂ കഴിച്ചോളൂ. ആദ്യം 5 പാളിപ്പോയോ ഇത്? തിന്നല്ലേ ശ്രീ, തിന്നല്ലേ? അലിയുണ്ടാ? മറച്ചിട്ടതാ. സമയം എടുക്കുന്ന ഉദ്ദേശം തോന്നുന്നു. അലിയുണ്ട്, അലിയാൻ ബുദ്ധിമുട്ടാണല്ലോ. കടിച്ച് പൊട്ടിച്ച് ഇല്ലല്ലോ. നീ 5 ശ്രീ വയലിട്, ആരെങ്കിലും കടിക്കു നോക്കട്ടെ. ഇതെങ്ങനെയാ? അതിന്റെ പീസ് എടുത്ത് മസാല ഫുള്ള് മെൽറ്റ് ചെയ്യാൻ നോക്കിയപ്പോ തൊണ്ടയില് കുടുങ്ങിയിട്ട് വയ്യ. എഴുതിന്ന് ഇത് മെൽറ്റായി വാളിപ്പോയി കാക്ക. സൗണ്ടിലാക്കി ചെറുനാരെങ്കിലും കൊടുക്കാനുള്ള റൗണ്ടിൽ കിട്ടിയതാ. നല്ല പഴുത്ത ചെറുതാ പോയെ പീസ് ആക്കി ഗൈസ്. അതങ്ങനെയുള്ള ശ്രമത്തിലാണ് എനിക്ക് പാളിപ്പോയത്. അത്ര എളുപ്പമല്ല, കുറച്ച് കട്ടിയുണ്ട്. ഇല്ലേ? ഇറക്കിയോ? ഇല്ലേ, ബുദ്ധിമുട്ടല്ലേ കുറച്ച്. ആ ഒരു എയിമ് കിട്ടണം. അത് കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ ഇരിക്കണം. ഒരു ചെറുനേരം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആരെങ്കിലൊക്കെ എടുക്കിയിരിക്കും. ഞാൻ കൊടുത്ത ഡോറിറ്റോസ് ഇവരെ ഇറക്കി. എന്നാലും കുഴപ്പമില്ല, ഒരാളെന്നെങ്കിലും പണിഷ്മെന്റ് എടുത്തല്ലോ അല്ലേ? ഇറക്കി ഒരു ചെറുനാരകം തിന്നണ്ട, അതിന്റെ ഒരു ആശ്വാസം. 5 എടുക്കൊക്കെ ചെറുനാരകം തിന്നാ. ഞാൻ തിന്നതാ 2 എണ്ണം, ഇനി എനിക്ക് വേണ്ട. തിന്നോ. പക്ഷെ എല്ലാ റൗണ്ടിലും ചെറുനാരകം തിന്നിട്ട് ഓള് കൊടുക്കാത്ത എല്ലാ റൗണ്ടിലും
സമാധാനായി. ഇത് ഞാൻ ശരിക്കും ഇവർക്ക് തീരെ അലിയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ എടുത്തത്. ബിങ്കോ എടുത്ത് തന്നെ അലിയിക്കാൻ പറ്റും. ഡോറിറ്റോസ് കുറച്ച് കട്ടിയുള്ളതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരാൾ പണിഷ്മെന്റ് എടുത്തോളൂ. എനിക്കത് മതിയാ, സമാധാനം. ഇനി അടുത്ത എന്റെ ഊഴാണ് ഗൈസ്. നേരത്തെ റൗണ്ടിന്റെ പാളി പോയി, ഈ റൗണ്ടിൽ വരെ അതെ സത്യം, ഞങ്ങൾ രണ്ടുപേരും പണിഷ്മെന്റ് എടുത്തില്ല. ഇത് ഈ റൗണ്ടിൽ ഞാൻ എടുപ്പിക്കാൻ മാക്സിമം നോക്കൂ. ഇനി കണ്ണടച്ച് ഇവിടെ ഇരുന്നോട്ടോ ഗൈസ്. അടുത്തായി ഞാനിതാ ഒരു കിടില സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാട്ടോ ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ കൊടുക്കണം, എന്നാലേ ഇവർക്ക് പണിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത്. തുറക്കട്ടെ, കണ്ടുറക്കട്ടെ. 3, 2, 1 ഗോ. ഞാൻ അതേ കൊണ്ടുവരുന്നത്. ഞാൻ പൊട്ടിച്ചിട്ട് തരാട്ടോ. അയ്യേ, ഇതില്ലേ, ഇതിന്റെ സംഭവം എന്താ അറിയോ? ഇത് ലെയർ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ മുകളിൽ മെൽറ്റ് ചെയ്തൊരു കാര്യമില്ല. ഇല്ല, ഇത് എങ്ങനെയായാലും കടലയാണ് സാധനം. അപ്പൊ അത് കടിക്കാതെ ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഇവര് എടുത്തോളാം, അത്രേ ഉള്ളൂ. ഇനി ചെറുനാരങ്ങ നമുക്ക് രണ്ടാക്കും തികയും തോന്നുന്നില്ല. മത്സരത്തോട് മത്സരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയാണുള്ളത്. ഇത് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന സുഖം. അതെ, ഇങ്ങനെ കൊടുക്കാല്ലേ. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ എന്താ ഇനി ഒരു പീസെങ്കിലും തിന്നണം. ഇത് ശ്രീ പിടിച്ചോ. 2 രൂപന്റെ ഇതില്ലേ, കടലമുട്ടായി ഇല്ലേ ശ്രീ, അളവിൽ കഴിക്കണം. അതായത് ഈ ഒരു പീസ്. ആദ്യത്തെ കടിയിൽ എന്തായാലും ചെറുനാരങ്ങ കിട്ടും. അവിടെ എടുത്ത് വെച്ചോ. അപ്പൊ എന്തായാലും അത് കടിച്ചു വെച്ചോ. ആദ്യം വരെ കഴിക്കുന്നേ. അത് നേരത്തെ ഇല്ലേ തുടങ്ങി. ഓള് തുടങ്ങി. ഇങ്ങനല്ലേ പൊട്ടിക്കണ്ടേ? ഞാൻ പല്ലുമലേക്ക് വെച്ചൊരു ശബ്ദമാണ്. അതെ, അപ്പൊ ശബ്ദം വന്നു ഒന്ന്, പിന്നെ ഞാൻ വിട്ടു, കുഴപ്പമില്ല. ഷാമി, എന്റെ അഭിപ്രായത്തിലേ വായിക്കാനല്ല പറഞ്ഞത്, കഴിക്കാനാണ്. അതെ, എന്റെ ഒരു അഭിപ്രായത്തിലേ ഇതിന് ഫ്രണ്ടത്തെ പല്ല് പോരാ. പല്ലും വേണോ? അല്ല, ഇവിടത്തെ ഈ അണ്ണിയിലെ പല്ലില്ലേ, ആ പല്ലാണ് ഇതിന് വേണ്ടത്. ഇത് ഞാൻ മിക്കവാറും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാ കഴിച്ചത്. പൊരുതി തോറ്റു. ട്രൈ ചെയ്യുമ്പോ ഒരു 3-4 സൗണ്ട് വെക്കാം. അപ്പൊ ഒരു 3-4 ചെറുതായിരിക്കാം. പൊട്ടും തോന്നുന്നുണ്ടോ? ഇല്ല, പല്ല അതിന്റെ മുകളിൽ പതിഞ്ഞുകൊണ്ട. ചെറിയൊരു സൗണ്ട് ഞാൻ കേട്ടെ. ആ 2 സൗണ്ട് കൂടി കൂട്ടി. അത് ശർക്കര അലിയുന്ന സൗണ്ടാ കേട്ടത്. ശർക്കരക്ക് ഇങ്ങനെ ഒച്ചയിൽ അലിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലല്ലോ. ഞാൻ ട്രൈ പക്ഷെ തോന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ് കഴിക്കും. അത്രേ വന്നുള്ളൂ. ചെറുനാരങ്ങ ഒഴിച്ച് അലിയിക്കുന്ന ശർക്കരയും ചെറുനാരയും കൂടെ മിക്സ് ആയ എന്താ സംഭവിക്കാൻ? കഴിക്കുമ്പോഴുള്ള എന്നോട് ആരും ഒരു അത് കഴിക്കാം. അതുകൊണ്ടല്ലേ സൗണ്ട് വന്നേ. അതെ, 2. എനിക്ക് 2, 3 ഒന്നും മതിയാവൂല. ചെറുനാരങ്ങ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ കഴിച്ചോ? പല്ല് പൊട്ടും. ഇല്ല, അത്ര പോലും ഇത് വന്നിട്ടില്ല. ഇനി ഒരു കഷ്ണം കൂടി കടിക്കാനുണ്ട്. ഷാമി ഒരു ചെറിയ കഷ്ണം കടിക്കണം. അതൊരു സൗണ്ടാണേ, അല്ലേ? എന്നാ പിടിച്ചോ, ചെറുത് കൊടുക്കാം. ഇനിയിപ്പോ ഇപ്പൊ തന്നെ ഉണ്ട് 3 എണ്ണം. ഓക്കെ, 2 എണ്ണമായി. ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം. കോമ്പറ്റീഷൻ ആണേ. ഇത് മൊത്തം പിഴിഞ്ഞു കുടിക്കാണ്. പറ്റില്ല. ഒന്ന് വയറിന എന്തായി നോക്കട്ടെ. എടോ, അതെല്ലാം കൂടെ അലിച്ചലിച്ചലിച്ച് കടലകൾ ഓരോന്നും വേറെ വേറെ. ചെറുത് കൊടുക്കാം. ഇത് എന്നാ പിന്നെ നാരങ്ങ തന്നാൽ ചാലഞ്ച് നോക്കിയാ പോരെ. അതായിരുന്നു അതോ പിന്നി സൗണ്ട്. ആ, 2 ആള് 4. എക്സ്പ്രഷൻ പൊട്ടുക പ്ലീസ്. പൊട്ടൂല. എന്താ സംശയം? ചെറുതായിട്ടൊന്നും അമർന്നു. ഇനി നമുക്ക് പണിഷ്മെന്റിലേക്ക് കടക്കാം. ഇതൊരു റൗണ്ട് ആയിട്ട് നമുക്ക് കൂട്ടണം. ആരാ തുടങ്ങുന്നത്?
അവരെ കടലിയും കൊണ്ടുവന്നിട്ട്. രണ്ടാമത്തെ വട്ടെ 3, 2, 1 go. ഒരു ആമുദിയായിരുന്നു. ഭയങ്കര ക്രഞ്ചി ഗൈസ്. ഓരോന്ന് കടിച്ചിട്ടാ അന്ന് നോക്കി എനിക്കതൊന്നും തലയിൽ പോണില്ല. ഇവിടെ 3 ശ്രീക്കിന് ഒന്നും കൂടി എടുക്കുക, ഷാമിക്ക് ഇനി 3 കംപ്ലീറ്റ് ആയിരിക്കാണ്. ഇനി അടുത്തത് ശ്രീയല്ലേ കൊണ്ടുവയ്ക്കാനുള്ളത്. അത് മറന്നുപോയി. ഞാനാണ് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, അച്ചപ്പത്തിന് എന്തുകൊണ്ടും വെല്ലാൻ പറ്റുന്ന മറ്റൊരു സാധനമായിട്ടാണ് ഞാൻ ഈ റൗണ്ടിൽ വന്നിട്ടുള്ളത്. കണ്ടോളൂ. ഇതെങ്ങനെയാലും തിന്നാൻ പറ്റില്ല. അച്ചപ്പത്തിന് എന്തുകൊണ്ടും കാണിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് എന്നുള്ളത്. ഞാൻ പറയുമ്പോ ഇത് മൊത്തം പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ളതല്ലേ. ഇത് വരുന്ന തോന്നുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു 5 കേൾക്കുന്ന ഓരോ സൗണ്ടും ഓരോ ചെറുനാരങ്ങയാണ്. എനിക്കിനി തിന്നാൻ വയ്യ. 6 ചെറുനാരങ്ങ കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ തിന്നത്. അത് ഓള് വായിലിടാൻ വേണ്ടി കഴിച്ച സംഭവം. അത്രയും കഴിച്ചില്ലേ? കേൾക്കുന്ന ശബ്ദത്തിനനുസരിച്ചുള്ള ഞാൻ ഇനി തിന്നൂലെന്നല്ലേ എനിക്കെന്തായാലും പറ്റില്ലേ? ഒരു സൗണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ഷാമി അത് വാഴ വെച്ച് അലുകാനുള്ളൊരു അലിയിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ. ഇത് നോക്ക്, പോയി കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇറക്കിയ വിഴുങ്ങി പോവേ അവിടെ. പല്ല് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ ചെയ്തോണ്ടിരിക്കും. ഇതല്ലേ ഹോസ്പിറ്റലോട് അടുത്തുണ്ട്. ഞാൻ കൺസ്ട്രക്ഷനിലാണ് കഴിച്ചത്. പ്ലാൻ ഒന്നും കൂടെ വർക്ക് ആവില്ല. ഞാൻ അത്രയും തിന്നുണ്ട്. ഈ ഒരിത്തിരി പോലെ ഇത് മുറിയില്ല. ഒരു എന്തെങ്കിലും സിഗ്നൽ വേണ്ട. ഇത് മുറിയുന്നില്ല, ഒന്നുമില്ല. ഗൈസ്, ഇവരെ വിജയകരമായിട്ട് അത് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഈ റൗണ്ടിന്റെ മടക്ക് വിജയിച്ച്. ഇവിടെ 3 ഇവിടെ 2. വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അലിക്കൂട്ടത്തെ ഞാനാണ് ഹൈസ്റ്റ്. വലുതെന്ന് തുടങ്ങാം, പിന്നെ തീരുമല്ലോ. അതൊരു വലിയ കടി തുടക്കത്തിൽ കടിച്ചില്ലേ? അതിന്റെ മൊത്തം വായിട്ടത് കണ്ടില്ലേ? മുത്തശ്ശി എന്റെ കഴിഞ്ഞ ഷാമി കുറച്ച് കഴിഞ്ഞിട്ടേ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ കുറച്ച് പഞ്ചസാരയും തിന്ന. ലൈം ജ്യൂസ് റെഡി. ശരിക്കും അങ്ങനെ തിന്നണ്ടേ? തിന്നുന്ന സാധനമാണ് ഞങ്ങൾ അലിച്ച് തിന്നത്. ഉള്ളിലൊക്കെ എരിയുന്നു. കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. എന്റെ മോനെ കാര്യം എല്ലാം ഞാനങ്ങനെ അലിച്ച് കഴിച്ചിട്ട്. പക്ഷെ നമ്മള് കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയല്ലേ? ഞാൻ കണ്ടുപിടിച്ച 2 ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി. ഇന്നാലും ഞാൻ 2 പണിഷ്മെന്റ് വാങ്ങി തന്നിട്ടുണ്ട്. എല്ലാം ഒന്റെ മാത്രമാണ് ചെറുതായിട്ട് നല്ല പാളിപ്പോയത്. ബാക്കിയൊക്കെ റെഡി. അത് അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല ഫൺ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. ഒരുപാട് പണിഷ്മെന്റ്സ് എടുത്തു ഞങ്ങള്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ കമന്റ് ബോക്സിൽ പറയാം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരത്തെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ this is Srilakshmi, this is Shamya, This is Sanjita. signing off.